എൻ.ആർ.എസ്. ബാബു സാറിനെ നമ്മൾ പണ്ട് മുതലേ ഒരു കോളേജ് സ്റ്റുഡൻ്റൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ടെങ്കിലും സാറിനെ വ്യക്തിപരമായിട്ട് ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. വളരെ ദൂരം നിന്ന് കണ്ടിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ സാറ് പ്രസ് ക്ലബ്ബിലും മറ്റും അന്ന് ഡയറക്ടറൊക്കെ ആയിരുന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും അങ്ങനെ വ്യക്തിപരമായ ഒരു അടുപ്പം എനിക്ക് ഉണ്ടായിട്ടില്ല. കേരളം മുതൽ 1996 ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം അന്ന് ജയചന്ദ്രൻ നായർ സാറാണ് കലാകൗമുദി വാരികയുടെ എഡിറ്റർ. അപ്പോൾ അപൂർവമായിട്ട് എൻ.ആർ.എസിൻ്റെ ലേഖനങ്ങളോ ഒക്കെ വരുന്നുണ്ട് എന്നായിരുന്നു. അതെ, അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളൊക്കെ അന്ന് അപൂർവം വരുന്നുണ്ടായിരുന്നു. പക്ഷേ ജയചന്ദ്രൻ നായർ സാറാണ് എൻ.ആർ.എസ്. അദ്ദേഹം അന്ന് കേരളാവധിയിലാണ്. അപ്പോൾ ഈ ഒരു സമയം വന്നപ്പോൾ കുറച്ച് കഴിഞ്ഞ് ജയചന്ദ്രൻ നായർ സാർ എന്തോ മാനേജ്മെൻറ്റുമായിട്ടുള്ള ചേർച്ച ഇല്ലായ്മയായാലോ അഭിപ്രായ ഭിന്നതയായാലോ സാറ് അവിടെ വിടുന്നു. സാർ എന്നിട്ട് മലയാളം, ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ മലയാളം എന്ന് പറയുന്ന അതിലേക്ക് പോകുന്നു. അല്ല, സാറ് തന്നെയാണ് അത് ആരംഭിച്ചത്. അന്ന് സാറിനോടൊപ്പം ഉണ്ടായിരുന്ന പലരും അന്ന് കൂടെ പോയി. ആ ഒരു ഘട്ടത്തിലാണ് എൻ.ആർ.എസ്. ബാബു സാറ് വന്ന് കലാകൗമുദിയുടെ ചാർജ് ഏറ്റെടുക്കുന്നത്. അപ്പോൾ കലാകൗമുദി പെട്ടെന്ന് അതിനൊരു അഴിവ് സംഭവിക്കുമോ, അത് താഴേക്ക് പോകുമോ എന്നുള്ളൊരു ഉത്കണ്ഠ അന്ന് പലർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. സാറത് വളരെ മനോഹരമായി അതിനെ താങ്ങി അതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ് നമ്മൾ കണ്ടത്. കാരണം അതിനുശേഷം പ്രസിദ്ധമായ ഒട്ടേറെ നോവലുകളും അതൊക്കെ അതിനകത്ത് വരികയുണ്ടായിട്ടുള്ളൂ. ഞാൻ സാറിനെ പരിചയപ്പെടുന്നത് വ്യക്തിപരമായി കൂടുതൽ എടുക്കുന്നത് ഈ 1997 കേരളാവധി ഓൺലൈൻസ് ആരംഭിക്കുന്നത്. അപ്പോൾ അന്ന് അതിൽ എഡിറ്റർ ശ്രീ B.C. ജോജയാണ്, ഞാനായിരുന്നു എൻ്റെ ചാർജ്. അപ്പോൾ അന്ന് ഈ ഓൺലൈനാണ്. സാറിനും അന്ന് അതുപോലെ തന്നെ ഈ മോഡേൺ ഇതുമായിട്ടൊക്കെ വളരെ ബന്ധമുള്ള ഒരാളാണ്. ഞാൻ പല അഭിപ്രായങ്ങളും സാറിൻ്റെ അടുത്ത് പോയി ചോദിക്കുമായിരുന്നു. അങ്ങനെ ഇരുന്ന് ഒരു വർത്തമാനത്തിൻ്റെ ഇടയിലാണ് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഒരു ദിവസം രാത്രി സാറിനോട് പറയുന്നു. കാരണം ഞാൻ വാടപ്പുറം P.K. വാവേ എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ സ്ഥാപിച്ച, കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ചെറുമകനാണ്. വാടപ്പുറം പാവയുടെ മൂത്ത മകൻ R.B. രവീന്ദ്രൻ്റെ ഇളയ മകനാണ് ഞാൻ. ഇത് ഞാൻ സാറിനോട് പറഞ്ഞപ്പോൾ സാറ് വളരെ അത്ഭുതത്തോടുകൂടി എന്നോട് ചോദിച്ചു, ഇതെന്താ നേരത്തെ പറയാത്തത്? ഞാൻ അപ്പോൾ പറഞ്ഞു, ഇത് ഞാനെങ്ങനെ പറയുന്നു, രമേശ് ഒരു കാര്യം ചെയ്യൂ, അദ്ദേഹത്തെക്കുറിച്ച് എനിക്കൊരു ലേഖനം എഴുതിത്തരും, നമുക്കത് പബ്ലിഷ് ചെയ്യാം. എന്നിട്ട് എന്നെയും വിളിച്ചുകൊണ്ട് മണിസാറിൻ്റെ മുറിയിലേക്ക് പോകുന്നു. മണിസാർ എന്നോട് ഒരുപാട് വാടപ്പുറം പാവയെക്കുറിച്ച് ചോദിക്കുന്നു, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എവിടെ കിട്ടുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ ശ്രീ സജീവ് ജനാർദ്ദൻ എഴുതിയ ഒരു പുസ്തകമുണ്ട്, വാടപ്പുറം പാവയെക്കുറിച്ചിട്ടുള്ള ലേഖനങ്ങളുടെ ഒരു സമാഹാരം. അത് പുസ്തക രൂപത്തിൽ വന്നു, കറണ്ട് ബുക്സ് ആണ് അത് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഞാനതിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് സാറിന് കൊടുക്കുന്നു. അതുപോലെ തന്നെ 1972 നമ്മുടെ കയർ തൊഴിലാളി യൂണിയൻ്റെ സുവർണ്ണ ജൂബിലി ആഘോഷിക്കുമ്പോൾ അവരിറക്കിയ ഒരു സുവനീറുണ്ട്. അപ്പോൾ ഞാനത് സാറിന് കൊടുത്തു. അപ്പോൾ സാറ് പറഞ്ഞു, ഇതിൻ്റെ മുഴുവൻ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് ഞാൻ തരാം എന്ന് പറയുന്നു. ഞാനത് സാറിനോട് പറയുന്നു. അടുത്ത ലക്കം കലാകൗമുദിയിൽ ഞാൻ എഴുതിയ തൊഴിലാളി ഐക്യത്തിൻ്റെ ആദ്യ കാഹളം എന്ന് പറയുന്ന ലേഖനം സാറ് പ്രസിദ്ധീകരിക്കുന്നു. അപ്പോൾ അതിന് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് യോജിച്ചും വിയോജിച്ചുമൊക്കെ അതിൽ കലാകൗമുദിയിൽ കത്തുകൾ വന്നു. സാർ അത് എന്നെ കാണിക്കുന്നു. ഞാൻ അതിനൊക്കെ വേണ്ടുന്ന മറുപടി അങ്ങോട്ട് എഴുതുന്നു. ഇങ്ങനെ ഇടയ്ക്ക് സാറുമായിട്ട് ഇടയ്ക്കൊക്കെ സാർ രാത്രി ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഞാൻ ജോലി ചെയ്യുമ്പോൾ ഇടയ്ക്ക് സാറുമായിട്ട് ആശയവിനിമയം നടത്താറുണ്ട്. അപ്പോൾ ഒരു ദിവസം സാർ എന്നോട് ചോദിച്ചു, രമേശിന് കലാകൗമുദിയിലൊരു കോളം ചെയ്യാമോ? ഞാനത് പറഞ്ഞുതരാം. കാരണം ഞാൻ മാറ്റുള്ളി എന്ന് പറയുന്നൊരു കോളം അപ്പോൾ കേരളാവധി ഓൺലൈനിൽ ആൾറെഡി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് ചെയ്യാമെന്ന് ചോദിച്ചു. പ്രദക്ഷിണ വഴികളെന്ന് പറയുന്നൊരു കോളം ഞാൻ അങ്ങനെ ആരംഭിക്കുന്നു. അത് എനിക്ക് വളരെ ഒരു താങ്ങ് തന്നൊരു കോളമാണ്. കാരണം നമ്മൾ വാങ്ങുന്ന ശമ്പളം കൂടാതെ തന്നെ കലാകൗമുദിയിൽ നിന്ന് നമുക്ക് അതിനുവേണ്ടി സാർ ഒരു റെമ്യൂണറേഷൻ തരുമായിരുന്നു. മാത്രമല്ല അന്ന് ആ ചെറുപ്പക്കാരനായിരുന്ന എനിക്ക് അതൊരു വലിയ ഊർജ്ജസ്വലതയായിരുന്നു തന്നിരുന്നത്. ഓരോ ആഴ്ച അത് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ പണിപ്പെട്ട് മെറ്റീരിയൽ, അന്ന് ഓൺലൈനിൽ നിന്നും നമുക്ക് അത്രയൊന്നും കിട്ടുന്നില്ല എങ്കിൽ പോലും ഞാൻ പല ഭാഗത്തുനിന്നും അതിൻ്റെ മെറ്റീരിയൽ കളക്ട് ചെയ്ത് ആ കോളം കൊണ്ട് മുന്നോട്ട് പോകുമായിരുന്നു. എൻ.ആർ.എസ്. ബാബു സാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് ഞാൻ പറയുന്നത്, സാറ് പ്രസ് ക്ലബ്ബിൽ കുട്ടികളെ പഠിപ്പിച്ചിരുന്നപ്പോഴും അതുപോലെ തന്നെ പരിചയപ്പെട്ടവരെയും ഒരു എത്ര മാസം കഴിഞ്ഞോ വർഷം കഴിഞ്ഞ് കണ്ടാലും പേര് പറഞ്ഞ് സാറ് വിളിക്കും. ആ പേര് സാറ് മറക്കത്തില്ല, ഇനിഷ്യൽ പോലും സാറ് മറക്കില്ല. ഇത് നമ്മളെ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വഭാവവിശേഷമാണ്. പിന്നീട് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനസ്സിനുടമയാണെന്ന് നമുക്ക് തോന്നും. കാരണം നമ്മൾ സാറിനോട് വെറുതെ ഇരുന്ന് സംസാരിക്കുമ്പോൾ പോലും നമ്മുടെ വായിൽ നിന്ന് വരുന്നൊരു പിഴവ്, ഇത് സാർ അത് അപ്പം നോട്ട് ചെയ്യും, അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഒന്നുകൂടി വിജിലൻ്റ് ആകും. അങ്ങനെ എപ്പോഴും വിജിലൻ്റ് ആയിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഇപ്പോൾ ഈ അൾഷിമേഴ്സ് വന്നത് എന്നുള്ളത് വളരെ പരിതാപകരമായൊരവസ്ഥയാണ്. കുറച്ച് നാൾ മുമ്പ് സാറിൻ്റെ മകൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ പട്ടത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ മകളുടെ
അമൃതശരീരം അവിടെ ഉണ്ട്, പരിചയക്കാരും ബന്ധുക്കളൊക്കെ ഒരുപാട് പേരുണ്ട്. സാറിൻ്റെ 1-2 പരിചയക്കാരെയും ബന്ധുക്കളെയൊക്കെ നമുക്കും അറിയാം. അവരുമായിട്ടൊക്കെ ആശയവിനിമയം ചെയ്തിരിക്കുമ്പോൾ സാർ എവിടെയുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നു. അപ്പോൾ വീട്ടിൻ്റെ മുകളിലെ നിലയിലാണ്. ഞാൻ അദ്ദേഹത്തിനെ കാണാനായിട്ട് മുകളിലേക്ക് പോയി. അപ്പോൾ ഒന്നും അറിയാതെ ചിരിയോടെ മുഖത്തോട്ട് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കുകയാണ്, ഏതാണ്ട് നമ്മുടെ പബ്ലിക് ലൈബ്രറി, യൂണിവേഴ്സിറ്റി ലൈബ്രറി മുഴുവൻ ഉൾക്കൊണ്ട ഒരു തലയാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഒരു ഓർമ്മയില്ലാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്ത് സംശയം വേണമെങ്കിലും നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യൻ. അന്ന് കമ്പ്യൂട്ടറുകളും ഇതൊന്നും അത്ര പ്രചാരത്തിലില്ലാത്തൊരു കാലഘട്ടത്തിൽ ബ്രെയിൻ പവറിൽ മാത്രം ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ. നമ്മളൊരു പത്രരംഗത്തെ തുടക്കക്കാരായ നമ്മൾ ചെന്ന് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അതിനെ വളരെ ചുരുക്കി ഹ്രസ്വമായി അത് നമുക്കത് പറഞ്ഞു തരും. ഈ ബ്രിവിറ്റി ഈസ് ദ സോൾ ഓഫ് ഇറ്റ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു എപ്പോഴും വെൽ എഡിറ്റഡാണ് സംസാരിക്കുന്നതും സാറിൻ്റെ പെരുമാറ്റവും എല്ലാം അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ നമ്മുടെ മുമ്പിൽ വെറുതെ ഇങ്ങനെ ബ്ലാങ്കായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അധിക സമയം നമുക്ക് സാറിനെ പരിചയപ്പെട്ട ഒരാൾക്ക് അത് കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ വളരെ വിഷമമുള്ളൊരു കാര്യമായിരുന്നു.